പെട്ടെന്ന് ജനലിന്റെ കഥകിൽ തട്ടുന്ന ശബ്ദം കേട്ടാണ് നന്ദൂട്ടി ഉണരുന്നത്. ഇടി, ഇത് ഞാനാ, തുറക്ക്. പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞു. ഒരു ഞെട്ടിലോടെ അവൾ ജനലിന്റെ അരികിലേക്ക് ഓടി. ജനൽ തുറന്നു. എന്താ എന്താ ഇവിടെ? നിന്റെ അപ്പം ദേവനാരായണന് കാണാമെന്നാ. അല്ല പിന്നെ പുറത്തേക്ക് ഇറങ്ങി വാടി. മനുഷ്യ കളിക്കാൻ നിൽക്കില്ല, ഒന്ന് പോയിട്ടായി. ചേട്ടന്മാർ കണ്ട നിങ്ങളുടെ പൊടി പോലും വെച്ചേക്കില്ല. നന്ദൂട്ടി പ്ലീസ്, ഒരാഴ്ചയിലൊന്ന് കണ്ടിട്ട് നേരം സംസാരിച്ചിട്ട് ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ വന്നല്ലേ, ഒന്ന് വാടി. അയ്യട, നട്ടപ്പാതിരിക്ക് ഒരു പൂതി നടക്കില്ല മോനെ, ചത്താലും വരത്തില്ല. അതിന് കാരണം ഒന്നേ ഉള്ളൂ, നിങ്ങൾ എനിക്ക് വിശ്വാസം നഹി. ആരാണ് ഈ പാതിരാക്കോഴി എന്നത് ഞെട്ടിലേ ഞാൻ പറഞ്ഞുതരാം. അമരാവതിയിലെ ഇളയപുത്രൻ രുദ്രൻ. നന്ദൂട്ടി രുദ്രൻ നമ്മൾ പ്രണയം പൂത്തിട്ട് വർഷം 5 സംഭവം എല്ലാവർക്കും അറിയാം. എന്നാലും അറിഞ്ഞ ഭാവം കാട്ടാറില്ലെന്ന് മാത്രം. കാരണം രുദ്രന് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഓഹോ, ഇത്ര വർഷമായിട്ട് നിനക്കെന്നെ വിശ്വാസമില്ല? ഇല്ല. എന്നാലും സാധനം ഇറങ്ങി വേണം. നിന്റെ ചേട്ടൻ കണ്ട പിന്നെ ഞാൻ തീർന്നു. നിങ്ങളല്ലേ പറഞ്ഞു ദേവേട്ടനെല്ലാം അറിയാമെന്ന്, പിന്നെ പേടിക്കുന്നേ? പിന്നെ രാത്രി വീട്ടിൽ പെങ്ങളോട് സംസാരിക്കുന്നുണ്ടാ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കും. എന്നാൽ പിന്നെ ദേവേട്ടൻ്റെ ഉമ്മയും വായിച്ച് നിങ്ങൾ പൊക്കും. അല്ല, അതിനിപ്പോൾ ഉമ്മ തരാൻ ദേവേട്ടയില്ലല്ലോ. അവനെവിടെ? അത് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കണ്ടേ. എവിടെ എൻ്റെ ഏട്ടൻ? വീണ്ടും നാട് വിട്ടോ? അവൻ വന്നില്ലേ? ഇങ്ങോട്ടാണെന്നാണല്ലോ പറഞ്ഞു. ഇനി ആ മുണ്ടന്നായർ പറഞ്ഞ പോലെ വല്ല പരിപാടി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അഥവാ ഇനി അങ്ങനെ വല്ലതും ഒറ്റക്കോ എന്ന് കൂട്ടാതെ വീടില്ല ഞാൻ. പൂർത്തിയിട്ട മനുഷ്യൻ, നിങ്ങൾ ഇത്രക്കാരനാണ് ഞാൻ അറിഞ്ഞില്ല. ഇനി എൻ്റെ മുമ്പിൽ കണ്ടുപോയിരുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് നന്ദൂട്ടി ജനലടച്ചു. അല്ല, എന്തപ്പം ഉണ്ടായി? എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? പോയി, എല്ലാം പോയി, നശിപ്പിച്ച്. ആത്മഹത്യച്ചുകൊണ്ട് രുദ്രൻ യാത്രയായി. ഇതേ സമയം മറ്റൊരു ഫോൺ കോൾ മുറ്റത്ത് നടക്കുവാണ്. പാതിരാക്കോഴി നമ്പർ 2 ദേവദത്ത്. ദച്ചുവേട്ടൻ. ഇനി എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല ദച്ചുവേട്ടൻ. അച്ഛൻ വേറെ കല്യാണാലോചന കൊണ്ടുവരാൻ തുടങ്ങി. എന്തെങ്കിലും ചെയ്യ് പ്ലീസ്. എൻ്റെ രൂപ, നീ ഇങ്ങനെ കരയില്ലേ? എനിക്കത് പ്രാന്ത് പിടിക്കുന്നുണ്ട്. നിന്റെ വീട് രുദ്ര മാത്രമേ നമ്മുടെ ബന്ധത്തിന് കൂടെ നിൽക്കൂ. അങ്ങനെയുള്ളപ്പോൾ ഞാനെന്താ ചെയ്യാം? ദേ ഡോക്ടർ, മോഹിപ്പിച്ചിട്ട് തേക്കാനാണ് ഈ ഭാഗ്യം കൊന്നുകളയാൻ പറഞ്ഞേക്കാം. രൂപ, ഞാൻ അതല്ല ഉദ്ദേശിച്ച്. പ്രേമിക്കുന്ന കാലത്ത് ഞാൻ അറിഞ്ഞു നീ അമരാവതിയിലാണെന്ന്. അറിഞ്ഞെങ്കിൽ ഇത്രയും വലിയ റിസ്ക് ഞാൻ എടുക്കുമായിരുന്നോ? ഓഹോ, പ്രണയിക്കുന്ന കാലത്ത് അല്ലേ? അപ്പൊ ഇപ്പൊ എന്നോട് നിങ്ങൾക്കൊരു പ്രണയം മണ്ണാങ്കെട്ടിയൊന്നും ഇല്ലല്ലേ? ശരിയാക്കി തരാം ഞാൻ. എടീ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളൊന്നും ഉദ്ദേശിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. എൻ്റെ മുമ്പിൽ കണ്ടുവരുന്നു. പോയിക്കോ. കോൾ എൻ്റെ ദൈവമേ, ഏത് നേരത്താണ് ഇതിനെ പ്രേമിക്കാൻ തോന്നി? കൊല്ലാനും പറ്റില്ല, വളർത്താനും പറ്റില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ. അതെങ്ങനെ? അപ്പൻ്റെ അല്ലേ മോള്? രുദ്രൻ പതിയെ കാലടികൾ വെച്ച് തിരിഞ്ഞു വരുവാണ്. ദച്ചുവേട്ടൻ ഫോണിൽ നോക്കി തെറി വിളിച്ച് തിരിയുന്നു. ടപ്പടബേ, ദേ കിടക്കുന്നു രണ്ടും കൂടെ താഴെ. ഭൂമി ദേവി കാത്തി രക്ഷിക്കണേ. ദച്ചുവിനെ കണ്ട് രുദ്രൻ ഞെട്ടലോടെ നോക്കി. ഫോണിൽ ഡിസ്പ്ലേയിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രൂപയുടെ മുഖം തെളിഞ്ഞ് കാണുന്നുണ്ട്. എന്തു പറയണമെന്നറിയാതെ രണ്ടാളും പരിങ്ങി. അളിയാ ദച്ചു. അളിയാ രുദ്രൻ. അളിയനെന്താ? ദച്ചു. അല്ല, ഞാനൊരു സംശയം തീർക്കാൻ നന്ദൂട്ടി. രുദ്രൻ ചമ്മലോടെ അതിലേറെ ഭയത്തോടെ പറഞ്ഞു. ആണോ? എന്നിട്ട് നിന്റെ സംശയമൊക്കെ തീർന്നോ? ദച്ചു ചോദിച്ചു. ഇല്ലളിയാ, നാവ് ചതിച്ചു. ചോദ്യോത്തരം മാറിപ്പോയി രുദ്രൻ. ഓ, സന്തോഷം ദച്ചു. അല്ല, അളിയനെന്താ ഈ രാത്രി ഫോണിൽ പരിപാടി? രുദ്രൻ ചോദിച്ചു. അത് ഒരു സംശയം ചോദിക്കാൻ വിളിച്ചാ. എന്നിട്ടോ? നീ പറഞ്ഞ പോലെ ചോദ്യോത്തരമൊക്കെ മാറിപ്പോയി, അടിച്ച് പിരിഞ്ചു. ഓ, വളരെ സന്തോഷം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. അങ്ങനെ ആവട്ടെ, ഇതൊരു ശീലാക്കണ്ട. ഒന്ന് കൊള്ളിച്ചുകൊണ്ട് ദച്ച് പറഞ്ഞു. ഇളിച്ച് കാണിച്ചുകൊണ്ട് രുദ്രൻ എസ്കേപ്പ്. അങ്ങനെ സമാധാനപരമായി അവർ പിരിഞ്ഞു. ഒരമ്മ പെറ്റ അളിയന്മാരാണെന്നേ പറയും. ഹൗ സ്വീറ്റ്. വീണ്ടും ഒരു സൂര്യോദയം. ഭദ്ര കഥക് തുറന്നു. അഴിഞ്ഞു വീണ മുടി കെട്ടിക്കൊണ്ട് അവൾ സമയം നോക്കി. 4:30 മണി. അവൾ പതിയെ തലതിരിച്ച് നോക്കി. തലയോട് പുതച്ച് കിടക്കുന്ന രൂപം. അവൾ മുറ്റത്തേക്ക് ഇറങ്ങി മുഖം കഴുകി അകത്തേക്ക് നടന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് ചായയുമായി അവൾ വന്നു. അവൻ പുതച്ചിരുന്ന പുതപ്പ് അവൾ വലിച്ചു മാറ്റി. അല്പം ശബ്ദത്തിൽ തന്നെ ചായ ഗ്ലാസ് അരത്തിനേൽ വെച്ചു. ശേഷം മുറ്റത്തേക്ക് ഇറങ്ങി. ഉടുത്തിരുന്ന ധാവണിയുടെ പാവാട സ്വല്പം പൊക്കി ഇടുപ്പിൽ കുത്തി. ബക്കറ്റിൽ വെച്ചിരുന്ന വെള്ളം മുറ്റത്ത് വീശി. ഒപ്പം ഒരു തവണ വെള്ളത്തുള്ളികൾ അവന് നേരെയും പായിച്ചു. ബക്കറ്റ് താഴെ വെച്ച് കുറ്റി ചൂലെടുത്ത് തൂക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ കണ്ണു തുറക്കുന്നത്. കറുത്ത സ്ലീവ്ലെസ് ബനിയനും മുണ്ടുമാണ് വേഷം. അടുത്തിരുന്ന ഷർട്ട് കൈകൊണ്ട് തപ്പിയെടുത്ത് തോളിലിട്ടു. ഒരു കൈയിൽ ചായയും മറുകൈയിൽ ഫോണുമായി അരത്തിനയിൽ കയറിയിരുന്നു. ദേവാനന്ദ് നേരെ കാണുന്ന ചൂലുമായി നിൽക്കുന്ന ഭദ്രയെ. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിരിക്കുന്നു ഭദ്രേ, എഴുന്നേൽക്കുമ്പോൾ ഈ ചൂലും കൊണ്ട് നിൽക്കരുതെന്ന്. അല്പം ഗൗരവത്തിൽ തന്നെ ദേവൻ പറഞ്ഞു. നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും ഉണരുന്നുമ്പോൾ എഴുന്നേറ്റ് പോകാൻ. ഇത് വാളയാറല്ല, കേരളാപുരാണ്. താനും ഞാനൊക്കെ ജനിച്ചു വളർന്ന നാട്. ആരെങ്കിലും കണ്ടാൽ എന്തു പറയും? ചൂലൊതുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല.
ദേവ ഇങ്ങനെയാണ്. ആ, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നാട്ടിൽ തെമ്മാടിക്ക് എന്തും ആവാം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഓ നാശം, ഒന്ന് നിർത്താവോ? എന്നും ഇതന്നെയല്ലേ പറയുന്നു. ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ഞാൻ പറയൂലല്ലോ, എന്നോട് പറയിപ്പിക്കുമല്ലേ? എനിക്ക് കൂട്ടിന് അന്തിയെടുക്കാനും രക്ഷം കളിക്കാൻ ഞാൻ നിങ്ങളുടെ കെട്ടിയോളന്നല്ലല്ലോ. എനിക്ക് ആരെയും സംരക്ഷണം ആവശ്യമില്ല. സഹായിക്കരുത് പറഞ്ഞ് നിങ്ങൾ ഈ എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം. നിന്നെ സംരക്ഷിച്ചിട്ട് എനിക്കൊരു തേങ്ങയും കിട്ടാനില്ല. പക്ഷെ അറിഞ്ഞോ അറിയാതെ ഞാൻ കാരണമാണ് നീ അനാഥയായത്. നിന്റെ അച്ഛൻ, ഞാൻ ബഹുമാനിക്കുന്ന ബാലകൃഷ്ണൻ ഡോക്ടർക്ക് മരിക്കുന്ന മുന്നേ ഒരു വാക്ക് കൊടുത്തുപോയി. ഒരു പോറൽ പോലും പറ്റാതെ നിന്നെ സംരക്ഷിച്ചോളാന്ന്. നിന്നെ ആരുടെയും കയ്യിൽ ഏൽപ്പിക്കുന്നവരെ നീ എൻ്റെ ഉത്തരവാദിത്വമാണ്. പറഞ്ഞ വാക്ക് തെറ്റിക്കുന്ന ശീലം ഈ ചെറുക്കൽ ദേവാനന്ദനില്ല. വാക്ക് പറഞ്ഞ അത് വാക്കാ. നോക്കിയിരുന്നു വരും അങ്ങ് ഉഗാണ്ടിന്ന് രാജകുമാരൻ. നേരെ വെളുക്കുന്നവനെ ചായ പിടിച്ച് പോവാൻ നോക്ക്, ഭദ്ര പറഞ്ഞു. ആ ഉവ്വ, അല്ലാണ്ട് ഇവിടെ പൊറുക്കാമെന്നല്ല. പിന്നെ ഒരു കാര്യം കൂടെ, എന്നും നിന്നെ പോറ്റാനും കഴിയില്ല. കയ്യും കെട്ടിയിരുന്ന പണം ഉണ്ടാക്കാൻ ഞാൻ കഥയിലെ നായകനൊന്നല്ല, ഒരു ലോറി ഡ്രൈവറാ. അതുകൊണ്ട് നിനക്ക് അച്ഛൻ നടത്തുന്ന സ്കൂളിൽ ഡാൻസ് ടീച്ചറായിട്ട് ജോലി ശരിയാക്കിയിട്ടുണ്ട്. ഇന്ന് തന്നെ പോയി ജോയിൻ ചെയ്യും. ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ട് അത്രയും പറഞ്ഞ് ദേവൻ ഇറങ്ങിപ്പോയി. അവൻ പോകുന്നു നോക്കി ഭദ്ര നിന്നു. ദേവൻ നേരെ ചെന്ന് പുഴയിലേക്കായിരുന്നു. കരയിൽ കുറച്ചേരം ഇരിക്കുമ്പോഴേക്കും സുൽത്താനും കിച്ചുവും ജസ്റ്റിയും രുദ്രനും എത്തിയിരുന്നു. ആ, നീ നേരത്തെ എത്തിയോ? തോളിൽ തോർത്ത് ആഴ്ചയോട് കിച്ചു ചോദിച്ചു. ഇല്ല, ഇപ്പോൾ വന്നതേ ഉള്ളൂ. ദേവൻ, നീ ഇന്നലെ എവിടെയായിരുന്നടാ? തോളിൽ കൈയിട്ടിരുന്നോട് ജസ്റ്റ് ചോദിച്ചു. എന്താടാ അങ്ങനെ ചോദിച്ച്? പരിഭ്രമത്തോടെ ദേവൻ ചോദിച്ചു. അല്ല, ഞാൻ കുറേ തവണ വിളിച്ചിരുന്നു, കിട്ടിയില്ല. റിങ് വന്നപ്പോൾ നീ എടുത്തുമില്ല, ജസ്റ്റി പറഞ്ഞു. ഞാൻ വീട്ടിലായിരുന്നു, ഫോൺ സൈലന്റ് ആക്കി. ഏത് വീട്ടില്? പുരിങ്ങൻ പൊക്കി രുദ്രൻ ചോദിച്ചു. എന്താടാ ഒരാക്കിയ ചോദ്യം? എന്തായാലും അമരാവതിയിലല്ല. ദേവൻ, അല്ല നീ ഇന്നലെ ചെറുക്കൽ തറവാട്ടി എത്തില്ല എന്ന് എനിക്ക് ഉറപ്പാ. പിന്നെ നീ ഏത് വീട്ടിലായിരുന്നു? അതെങ്ങനെ നീ അറിഞ്ഞു? ആ ചോദ്യത്തിൽ രുദ്രന് നാവടഞ്ഞു. പെങ്ങളെ കാണാൻ വീട്ടിൽ പോയപ്പോഴെന്ന് പറഞ്ഞ ദേവൻ കാലിൽ തല്ലിയൊടിക്കും. ദച്ചുവേട്ടനല്ല ദേവനെന്ന് അവൻ നന്നായിട്ട് അറിയാം. ഒന്നും പറയാതെ രുദ്രൻ വെള്ളത്തിലേക്ക് എത്തിയാടി. കാര്യം മനസ്സിലായ എല്ലാവരും ചിരിച്ചു. എല്ലാവരും പുഴയിലൊന്ന് മുങ്ങിക്കുളിച്ചു. കളിയും തമാശയുമായി നേരെ 6:30 കഴിഞ്ഞു. ദേവൻ നേരെ ചെന്ന് ചിറക്കൽ തറവാട്ടിലേക്കായിരുന്നു. ചിറക്കൽ തറവാട് അതൊരു സ്വർഗമാണ്. ഗേറ്റ് തുറന്ന് ദേവൻ മുറ്റത്ത് കാലുകുത്തി. വലതുവശത്ത് കെട്ടിയിട്ടിരുന്ന പത്മനാഭൻ ചിഹ്നം വിളിച്ചു. വീടിന് ഇടതുവശം ഒരു മൃഗശാല തന്നെയായിരുന്നു. ലവ് ബേഡ്സ്, മുയലുകൾ, ഒരു കുഞ്ഞു പൂളിൽ താറാവ്, അങ്ങനെയെല്ലാം ഉണ്ട് ആ വീട്ടിൽ. ഇതെല്ലാം ദേവന്റെ ഇഷ്ടങ്ങളാണ്. മിണ്ടാപ്രാണികൾ അവന് വരവറിഞ്ഞ് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ബഹളം കേട്ട് എല്ലാവരും പുറത്തേക്ക് വന്നു. അനന്ത, ദേവനെ കാണവേ രേവതി പടികൾ ഇറങ്ങി വന്ന് വാത്സല്യത്തോടെ അവനെ തലോടി ഒരു സ്നേഹചുംബൻ അവൻ്റെ നെറ്റിത്തറത്തിൽ പതിപ്പിച്ച്. എവിടെ ആയിരുന്നു എൻ്റെ കുട്ടി? അമ്മയൊന്ന് കാണാൻ പോലും തോന്നിയില്ല അല്ലേ? പരിഭവത്തോടെ രേവതി പറഞ്ഞു. അപ്പോഴേക്കും ചേട്ടന്മാരും അടുത്തെത്തി. സ്നേഹപൂർവ്വം എല്ലാവരും അവനെ സ്വീകരിച്ച്. എന്നാൽ അപ്പോഴും ചാരുകസേലിരിക്കുന്ന ദേവനാരായണൻ ഒന്ന് തലയുയർത്തി നോക്കുപോലും ചെയ്തില്ല. രേവതി പടികൾ കയറി വന്ന് ദേവനാരായണൻ ഒരിക്കൽ സ്ഥാനം പിടിച്ച്. അതെ, മോൻ വന്നിരിക്കുന്നു, രേവതി പതിയെ പറഞ്ഞു. ഏത് മോൻ? ചിറക്കൽ ദേവനാരായണനും മക്കളും 3, 2 ആൺമക്കളും 1 പെണ്ണും. നാട് നീളെ തെണ്ടി നടക്കുന്ന തെമ്മാടികൾക്ക് അച്ഛനാണെന്ന് പറയാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ എല്ലാവരിലും നോവ് സൃഷ്ടിച്ചു. നിറഞ്ഞ കണ്ണുകളോടെ രേവതി അകത്തേക്ക് നടന്നു. അല്പം മുന്നോട്ട് നടന്ന ശേഷം തിരിഞ്ഞ് ദേവനെ നോക്കി. അമ്മയുടെ നിസ്സഹായത ആ ഒരു നോട്ടത്തിൽ അവന് വ്യക്തമായിരുന്നു. വലിയേട്ടൻ അവനെ അകത്തേക്ക് സ്വീകരിച്ചു. അകത്തേക്ക് വാ ദേവ. ദേവാനന്ദ അച്ഛനെ നോക്കി. അപ്പോഴും ആ മുഖത്തൊരു ഭാവവ്യത്യാസം ഉണ്ടായിരുന്നില്ല. ചങ്കി കിടന്ന് പിടക്കുമ്പോഴും ദേവൻ മൗനം പാലിച്ചു. അപ്പോഴാണ് നന്ദുട്ടി ഗോവണി ഇറങ്ങി വരുന്നത്. ദേവേട്ടാ! അവൾ ഓടിച്ചെന്ന് ദേവനെ കെട്ടിപ്പിടിച്ച്. ദേവൻ വാത്സല്യത്തോടെ അവളെ തലോടി. അപ്പോഴും അവൻ്റെ കണ്ണുകൾ ചലിച്ചത് അടച്ചിട്ടിരിക്കുന്ന ഒരു മുറിയിലേക്കായിരുന്നു. മനസ്സിലേക്ക് 1000 ഓർമ്മകൾ അടിഞ്ഞുകൂടി. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായ ദച്ചു അവനെ ചേർത്ത് പിടിച്ച് ഒരു കപടമായ പുഞ്ചിരി ദേവൻ ദച്ചുവിന് സമ്മാനിച്ചു. നീ അകത്തേക്ക് ചെല്ലു ദേവ, വലിയേട്ടൻ പറഞ്ഞു. നിനക്ക് മുകളിലെ മുറി ഒരുക്കിയിട്ടുണ്ട്. ദേവൻ ഒന്നും മിണ്ടാതെ ഗോവണി കയറി. അവൻ പതിയെ മുറി തുറന്നു. അകം ശൂന്യമാണ്. കഥ കടച്ച ശേഷം അവൻ ജനലക്ഷ്യമാക്കി നടന്നു. അവൻ്റെ മനസ്സിലേക്ക് അവളുടെ മുഖം ആഴത്തിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. അവനറിയാതെ തന്നെ കണ്ണുനീർ തളം കെട്ടി. അവൻ ജനലഴികളിൽ പിടിമുറുക്കി. മറക്കാൻ ശ്രമിക്കുന്നവർ 10 മടങ്ങ് ആഴത്തിൽ നീ പതിയുകയാണല്ലോ പെണ്ണെ. നിന്റെ ഓർമ്മകൾ എന്നെ വേട്ടയാടുന്നു. 1000 ജന്മങ്ങൾ കടന്നു പോയാൽ നിന്റെ മുഖം എൻ്റെ ഈ ഇടനെഞ്ചിൽ ഞാൻ കാത്തു സൂക്ഷിക്കും. ദേവൻ വസ്ത്രം മാറി പുറത്തേക്ക് ഇറങ്ങി. അവൻ്റെ നോട്ട് നേരെ ചെന്ന് ദൂരെ നിന്നിരുന്ന ജീപ്പിലേക്കായിരുന്നു. ദേവാ! പെട്ടെന്നുള്ള വിളി അവൻ മട്ടുപ്പാവിലേക്ക് നോക്കി.
വലിയേട്ടൻ മുകളിൽ നിന്നും ജീപ്പിന്റെ ചാവി അവൻ എറിഞ്ഞെടുത്തു. അവനൊരു പുഞ്ചിരി സമ്മാനിച്ച് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ജീപ്പിലേക്ക് കയറി. അവൻ ചിറക്കൽ തറവാട്ടിലെ പടി കടന്ന് പോകുന്നവരെ വലിയേട്ടൻ അവനെ നോക്കി നിന്നു. ആ ജീപ്പ് നേരെ ചെന്ന് ചിറക്കൽ തറവാട്ടുകൾ നടത്തുന്ന സ്കൂളിലേക്കായിരുന്നു. ജീപ്പ് നിർത്തി അവൻ ചുറ്റും നോക്കി. വർഷങ്ങൾക്ക് ശേഷം പഠിച്ചിറങ്ങിയ വിദ്യാലയത്തിലേക്ക്. അങ്ങിങ്ങായി കുറെ കുട്ടികൾ, ആലിൻചൂട്ടിൽ കുറുകുന്ന ഇണക്കുരുവികൾ. അവന്റെ ഓർമ്മകൾ സുൽത്താനിലും ജസ്റ്റിയിലും കൂട്ടുകാരിലും തങ്ങി നിന്നു. പെട്ടെന്നാണ് മുന്നിലൂടെ നടന്നു പോകുന്ന ഭദ്രയെ അവൻ കാണുന്നു. അവൾക്ക് പുറകെ അവനും സ്റ്റാഫ് മുറിയിലേക്ക് കയറി. ഭദ്രയ്ക്ക് പുറകെ ദേവനും സ്റ്റാഫ് മുറിയിലേക്ക് കയറി. അവിടെ കുറെ ടീച്ചർമാരും സാറുമാരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഭദ്രയും ദേവനെയും മാറി മാറി നോക്കി. ദേവനെ കാണവെ വേണുമാഷി വേഗത്തിൽ എഴുന്നേറ്റ് വന്നു. എന്നാൽ ചിലർക്ക് ദേവന്റെ വരവ് ഒട്ടും ദഹിച്ചിട്ടില്ല. അത് മനസ്സിലാക്കിയ ദേവൻ വേണുമാഷുമായി പുറത്തേക്ക് ഇറങ്ങി. ഭദ്ര അവൾക്ക് നൽകിയ സീറ്റിലിരുന്നു. എന്താ പറയാ, പഠിപ്പിച്ചു വിട്ട കുട്ടികൾ നന്നായി കാണുമ്പോഴല്ലേ അധ്യാപകരെന്ന നിലക്ക് നമുക്ക് അഭിമാനിക്കാൻ കഴിയും. ഒരാള് കലാമണ്ഡലം നേടി പഠിച്ച സ്കൂളിൽ തന്നെ ടീച്ചറായി ജോലി വാങ്ങി. എന്നാ മറ്റൊരാൾ തെമ്മാടി എന്ന പട്ടവും. ഭദ്രയ്ക്ക് വേണ്ടി സന്തോഷിക്കണോ അതോ ദേവാനന്ദിന് വേണ്ടി സഹതപിക്കണോ? കൂട്ടത്തിലൊരു അധ്യാപകൻ പറഞ്ഞു. ദേവാനന്ദിൽ നിന്ന് ഒരിക്കലും ഇത് പ്രതീക്ഷയല്ല. ക്ലാസ്സിലെ തന്നെ മികച്ച വിദ്യാർത്ഥിയായിരുന്നു ദേവൻ. അവൻ എങ്ങനെയെല്ലാം മാറാൻ കഴിയുന്നു. ആദ്യമൊക്കെ വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ നേരി കാണുന്ന കാഴ്ചകളോളം വരില്ലല്ലോ മറ്റൊന്നും. മറ്റൊരു അധ്യാപകൻ അവനെ വിലയിരുത്തി. വേണ്ട മാഷെ, അറിയാത്ത കാര്യങ്ങൾ അഭിപ്രായം പറയാൻ പോകരുത്. സാഹചര്യങ്ങളാണ് ഒരാൾ ഇങ്ങനെയൊക്കെ ആക്കുന്നത്. മികച്ച വിദ്യാർത്ഥിയിൽ നിന്നും പേരിട്ട തെമ്മാടിയിലേക്കുള്ള അവൻ്റെ മാറ്റത്തിൽ അധ്യാപകർ നിലക്ക് നമുക്കും പങ്കുണ്ട്. പാഠങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ വിവേകത്തോടെ ചിന്തിക്കാനും ഏത് സാഹചര്യങ്ങളെയും തരണം ചെയ്യാനും നമ്മൾ പഠിപ്പിക്കണമായിരുന്നു. മലയാളം അധ്യാപിക ഇങ്ങനെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് നിൽക്കാൻ മാത്രമേ ഭദ്രയെ കൊണ്ട് സാധിച്ചുള്ളൂ. പെറ്റമ്മക്കും വളർത്തിയ അച്ഛനും മനസ്സിലാകാത്ത ആ മനസ്സ് ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകർക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? ആഴത്തിലറിയുന്നതോറും സ്നേഹിക്കാനും ബഹുമാനിക്കാനും മാത്രമേ കഴിയൂ ദേവാനന്ദ് എന്ന തെമ്മാടിയെ. മറ്റാരെക്കാളും ഇന്ന് എനിക്കറിയാം ആ മനസ്സ്. കഠിനമായ നോവ് നെഞ്ചിനെ കൊത്തിപ്പറിക്കുമ്പോൾ ഈ തെമ്മാടി ചിരിക്കാനും ചിരിപ്പിക്കാനും ശ്രമിക്കുവാണ്. ഭദ്ര നെടുവീർപ്പെട്ടുകൊണ്ട് ആത്മഗതിച്ചു. ദേവൻ വേണുമാഷുമായി സംസാരിച്ച് നടക്കുമ്പോഴാണ് അവൻ്റെ ഫോൺ ചിലക്കുന്നത്. ഫോൺ ചെവിയോട് ചേർത്ത്. മറുതലക്കിൽ നിന്ന് കേട്ട വാർത്ത അവൻ അസ്വസ്ഥനാക്കി. വേണുമാഷി കാര്യം തിരക്കെങ്കിലും അവൻ മറുപടി കൊടുത്തില്ല. കേൾക്കേണ്ട താമസം അവൻ ജീപ്പുമായി സ്കൂളിന് പുറത്തേക്ക് പോയി. ആ ജീപ്പിന്റെ വേഗത്തിൽ വ്യക്തമായിരുന്നു പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള ഓട്ടമാണ് അതെന്ന്. ദേവന്റെ ജീപ്പ് ഗേറ്റ് കടന്ന് പോകുമ്പോൾ ഒരു ബുള്ളറ്റ് സ്കൂളിന്റെ അകത്തേക്ക് കയറി. ബുള്ളറ്റ് ഒതുക്കുന്നതിന് ശേഷം അയാൾ സ്റ്റാഫ് മുറി ലക്ഷ്യമാക്കി നടന്നു. ഭദ്ര ബാലകൃഷ്ണൻ അയാൾ അന്വേഷിച്ചു. ടീച്ചർ ക്ലാസ്സിലേക്ക് പോയി, ചെന്ന് കണ്ടോളൂ, വനിത ടീച്ചർ പറഞ്ഞു. അവനൊന്നും മിണ്ടാതെ ക്ലാസ് അന്വേഷിച്ച് നടന്നു. നല്ല പൊക്കവും ഇരുമ്പ് പോലുള്ള ശരീരവും കാണാനും മോശമല്ല. ഇത് വൈശാഖനല്ലേ? വേണുമാഷി ചോദിച്ചു. ആ അതെ, ദുബായിലെവിടെ ആയിരുന്നു എന്നൊക്കെ കേട്ടറിവ്. ഭദ്ര ടീച്ചർ വന്ന് കയറുമ്പോഴേക്ക് ആളുകൾ അന്വേഷിച്ചു വന്ന് തുടങ്ങി. വനജ ടീച്ചർ വീണ്ടും സ്കോർ ചെയ്തു. അതൊരു പാവം, അതിനെ വെറുതെ വിട്ടേ ടീച്ചറെ. അത്രയും പറഞ്ഞുകൊണ്ട് വേണുമാഷി ബുക്കുമായി പുറത്തേക്ക് ഇറങ്ങി. ദേവന്റെ ജീപ്പ് നേരെ ചെന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കായിരുന്നു. ഉടുത്തിരുന്ന മുണ്ട് മടക്കി കുത്തി ശരവേഗത്തിൽ വാർഡ് ലക്ഷ്യമാക്കി സ്റ്റെപ്പുകൾ കയറി. വാർഡിന്റെ അവസാനത്തെ ബെഡിൽ അവനുണ്ടായിരുന്നു, കിച്ചു. കയ്യിൽ പ്ലാസ്റ്ററുമുണ്ട്. കൂടെ സുൽത്താനും കിച്ചുവിന്റെ അനിയത്തിയും ഉണ്ടായിരുന്നു. എന്താടാ, എന്താ പറ്റിയേ? അവനരികിൽ നിന്നോട് ദേവൻ ചോദിച്ചു. അപ്പോഴും കിച്ചു മൗനം പാലിച്ചു. നിന്നോടാ ചോദിച്ചത് എന്താ പറ്റിയെന്ന്. ഏത് പെണ്ണിന്റെ പുറകെ പോയിട്ടാടാ? ദേഷ്യത്തിൽ വിറച്ചുകൊണ്ട് ദേവൻ ചോദിച്ചു. ഞാനൊരു പെണ്ണിന്റെയും പുറകെ പോയിട്ടില്ല, തല കുനിച്ചുകൊണ്ട് കിച്ചു പറഞ്ഞു. പിന്നെ ഏത് നാടാ നിന്റെ കൈ തല്ലി ഓടിച്ചത്? കവലിൽ നിന്ന് എല്ലാം അറിഞ്ഞിട്ടാ ഞാൻ വരുന്നത്. ആരാണെന്ന് എന്തിനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. നീ ഉറക്കൊണരുന്ന മുന്നേ അവനുണ്ടാവും നിന്റെ അടുത്ത ബെഡിൽ. മുഷ്ടിയുട്ടി ബെഡിലിടിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു. മൗനം മാത്രമായിരുന്നു കിച്ചുവിന്റെ മറുപടി. വേണ്ട, നീ പറയണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ചൂട് വെക്കുക പുറകിൽ നിന്ന് ആ വിളി വന്നു. ദേവാ. ഗാംഭീര്യമുള്ള ആ വിളിക്ക് അവന്റെ കാലുകളെ തളക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. സുൽത്താൻ. ദേവൻ അപ്പോഴും തിരിഞ്ഞു നോക്കിയില്ല. ആ നിൽപ്പ് തുടർന്നു. കൊണ്ട ദീപനാണെങ്കിലും ഉന്നെയായിരുന്നു. അവൻ എത്തിയിട്ടുണ്ട്, ആ വൈശാഖൻ. ഈ കണക്ക് ഞാനവനും തമ്മിലുള്ളതാ. ഇത് ഞാൻ തീർത്തോളാം. ഇവന്റെ ഈ കിടപ്പ് കണ്ട് ഞാൻ മിണ്ടാ നിൽക്കണമെന്നാണോ? ദേവൻ ചോദിച്ചു. വേണം. നിന്നെ ഞാൻ തിരികെ കൊണ്ടുവന്ന് വീണ്ടും പഴയ പോലെ ഞങ്ങൾക്ക് വേണ്ടി തെമ്മാടി എന്ന പേര് സമ്പാദിക്കാനല്ല, സമാധാനത്തിൽ ജീവിക്കാനാണ്. ഈ കണക്ക് ഞാൻ തീർക്കും. ഇതിൽ നീ ഇടപെടണ്ട. സുൽത്താന്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. സമാധാനം? എന്റെ സമാധാനവും സന്തോഷവും എന്തിന്? എന്നെ തന്നെ നഷ്ടപ്പെട്ടിട്ട് കാലങ്ങൾ കടന്നുപോയി. വീണ്ടും പഴമയുടെ പുസ്തകത്താളം മറിച്ചു നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
തിരിഞ്ഞു നോക്കിയാൽ കാണുന്നത് നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ്. ജീവിതത്തിൽ തോറ്റുപോയ എനിക്ക് വിജയത്തിന്റെ മധുരം പകരുന്ന നിമിഷം നിങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിൽക്കുമ്പോഴാണ്. അതും തട്ടിത്തെറിപ്പിക്കരുത്. അത്രയും പറഞ്ഞുകൊണ്ട് ദേവൻ തിരിഞ്ഞു നോക്കാൻ നടന്നതെന്നു. ആ കണ്ണുകൾ നിറഞ്ഞതറിയാൻ മുഖം നോക്കണമെന്നില്ല. അത് സുൽത്താന്റെ നെഞ്ചിരിപ്പ് കാട്ടിത്തരുന്നു. ടീച്ചറ് പെട്ടെന്നുള്ള വിളിയിൽ ഭദ്ര ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. കണ്ണുകൾ ഭയത്താൽ വിടർന്നു. ഉടൽ വിറച്ച് ഹൃദയം അമിത വേഗതയിൽ മിടിച്ചു തുടങ്ങി. കഴിഞ്ഞുപോയ കാലത്തെ അനുഭവങ്ങൾ അവിടെ മുന്നിൽ മിന്നി മറന്നു. വൈശാഖൻ അവിടെ കാലുകൾ ചലിക്കുന്നില്ല. അവന്റെ കണ്ണിലെ പകയും പ്രണയവും കാമവും അവൾ അറിഞ്ഞു. ഭദ്ര ടീച്ചർ ഒന്ന് പുറത്തേക്ക് വരാമോ? വൈശാഖന്റെ ശബ്ദമാണ് അവൾ ഉണർത്തിയത്. ആ ക്ലാസ് മുറിയിൽ നിന്ന് ഒരടി പോലും ചലിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. എന്നിരുന്നാലും കുട്ടികളുടെ മുന്നിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുതെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. അവൾ ധൈര്യം സംഭരിച്ച് ചൂടുകൾ വെച്ച് അവന്റെ പുറകെ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ ഭയത്തിന്റെ ആൾ കൂടിക്കൂടി വന്നു. വൈശാഖൻ ഒരു മരച്ചുവട്ടിൽ ചെന്നിരുന്നു. അവൾ അവന് മുന്നിൽ തലകുനിച്ച് നിന്നു. അപ്പോഴും വിയർപ്പ് കണങ്ങൾ അവളെ പൊതിഞ്ഞിരുന്നു. എന്താണ് ഭദ്ര, എന്തിനാണ് നീ വിയർക്കുന്നത്? ഇത് ഞാനല്ലേ, നിന്റെ വൈശാഖേട്ടൻ. എന്നെ നീ എന്തിനാ ഭയക്കുന്നത്? നീ ഓർക്കുന്നുണ്ടോ ഭദ്ര? ഇവിടെ ഈ മരച്ചൂട്ടിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ പ്രണയം നിനക്ക് നൽകിയത്. അന്ന് നീ അത് നിരസിച്ചു. എന്നാ കണ്ടോ, ഇന്ന് വീണ്ടും നിനക്ക് എൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നത്. അതും ആരോരുമില്ലാത്ത ഒരു അനാഥ പെണ്ണായി. പക്ഷെ ഇപ്പോഴും ഞാൻ നിന്നെ കാണുന്നത് പഴയ ഭദ്രക്കുഞ്ഞായിട്ടാണ്. വൈശാഖേട്ടാ പ്ലീസ്, ഇതൊരു സ്കൂളാണ്. ഞാനിവിടെ പഠിപ്പിക്കുന്ന അധ്യാപിക. ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള സ്ഥലം ഇതല്ല. എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ. ഇതൊരു സ്കൂളായതുകൊണ്ട് നീ എൻ്റെ മുറപ്പെണ്ണല്ലാതെ ആവില്ലല്ലോ. ഞാൻ വന്ന് നിന്നെ ഉപദ്രവിക്കാനല്ല, മറിച്ച് സഹായിക്കാനാണ്. മാമ മരിച്ചവരും ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത്. നിനക്ക് ആ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ കഴിയേണ്ട ഒരു ആവശ്യവുമില്ല. ഞാനിപ്പോൾ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. അവിടുത്തെ അധ്വാനത്തിൻ്റെ ഫലമായി ഒരു നല്ല വീട് ഞാൻ പണിഞ്ഞിട്ടുണ്ട്. അവിടെ വരാൻ നിനക്ക് ആരുടെയും സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല. അതിഥിയായി വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ തയ്യാറാണ് നിന്നെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കാൻ. നിർത്തു വൈശാഖേട്ടാ, ഒന്നും തിരിച്ചു പറയുന്നില്ലെന്ന് എന്നെ നിസ്സഹായതയായിട്ട് കാണരുത്. മറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ നൽകുന്നൊരു സുഖ സൗകര്യം എനിക്ക് വേണ്ട. അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണ്, അതെത്ര പൊട്ടിപ്പൊളിഞ്ഞ വീടാണെങ്കിലും അതാണ് എൻ്റെ സ്വർഗം. ഇനി ഇതുപോലെ വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഡേ അടങ്ങടി. ഒന്ന് താഴ്ന്നു നിന്നപ്പോൾ തളി കയറുന്നു. കൈവീശി ഒന്ന് തന്ന് തൂക്കിക്കൊണ്ടുപോകാൻ അറിയാഞ്ഞിട്ടല്ല. വീണ്ടും പഴയ വൈശാഖിനിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിന്റെ നിലപാട് ഇങ്ങനെയാണെങ്കിൽ ഞാൻ അതിനും മടിക്കില്ല. വൈശാഖേട്ടാ, അന്ന് നിങ്ങളെ കണ്ടാൽ മുട്ടിവറക്കുന്ന ഭദ്രയല്ലേ നീ. ഇന്ന് എനിക്ക് ആവലായിട്ട് സാക്ഷാൽ മഹാദേവനുണ്ട്. നിന്നെ പോലെ വാചകടിച്ച് ഭയപ്പെടുത്തുന്ന ശീലമില്ല അദ്ദേഹത്തിന്. കയറി അങ്ങ് മേഞ്ഞാൽ പിന്നെ പരലോകമായിരിക്കും വാസസ്ഥലം. ഭദ്രയുടെ കണ്ണുകൾ കോപത്താൽ വിറച്ച്. നിർത്തടി ഒരുമ്പെട്ടോളെ. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാടി ഞാൻ വന്നിരിക്കുന്നത്. നീ ഇവിടെ നിന്ന് പോയപ്പോൾ ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ കണ്ടെത്താനായില്ല. അവസാനം ദുബായിലേക്ക് ഞാൻ പറന്നു. തിരിച്ചു വന്ന ഇവിടെ ഞാൻ ആദ്യം തിരക്കിയ നിന്നെയായിരുന്നു. എൻ്റെ മനസ്സിളക്കി ത്രിലോക സുന്ദരിയെ ഒടുവിൽ കണ്ടെത്തി. വാളയാറിൽ പ്രമുഖിയായ കലാമണ്ഡലം ഭദ്ര ബാലകൃഷ്ണൻ. നിന്റെ തന്തയൊന്ന് ചത്തൊടുങ്ങാൻ കാത്തു നിന്നാ നിന്നെ സ്വന്തമാക്കാൻ. ഒടുവിൽ അയാൾ പരലോകത്തിൽ ചെന്നപ്പോൾ വന്നിരിക്കുന്നു അടുത്ത രക്ഷകൻ. കാണാൻ സാധിച്ചില്ലെങ്കിലും കേട്ടറിവുണ്ട്. 6 അടിയൊത്ത ആ കൊലക്കൊമ്പനെ കുറിച്ച്. എങ്ങു നിന്നോ വന്നവരും മടിക്കുത്തഴിച്ചു കൊടുക്കുക അറപ്പില്ലാത്ത നിനക്ക് എൻ്റെ കൂടെ വരാൻ മാത്രം എന്തിനാണ് ഇത്രയും രോഷം? ഒരു പെണ്ണിനോടുള്ള എല്ലാ വെറുപ്പും ആ മുഖത്തുണ്ടായിരുന്നു. നീ ഞാൻ തമ്മിലുള്ള ചോരയുടെ ബന്ധത്തിന് പുറത്താണ് ഞാൻ ഈ പുഴുത്ത വാക്കിൽ കേട്ടിട്ട് ചെരുപ്പെടുക്കാത്ത. തലകുനിച്ചേരുമ്പോൾ തലയിൽ ചവിട്ടി മതിക്കാനാണ് ഭാവങ്കി. നിന്റെ ശരീരത്തിലോടുന്ന അസൂര്യരക്തം എൻ്റെ ശരീരത്തിലും തിളക്കും. മേലും കീഴും നോക്കാനില്ല ഇനി ഭദ്രക്ക്. എല്ലാം നഷ്ടപ്പെട്ടവളായി നീയാ. എൻ്റെ വീട്ടിൽ അരിവാൾ കൊയ്ത്തിന് ഞാറ് പറിക്കാൻ മാത്രമല്ല, വേണ്ടി വന്ന തല കൊയ്യാൻ ഉപയോഗിച്ചെന്ന് വരും. എന്നെ നീ അതിന് പ്രേരിപ്പിക്കരുത്. പിന്നെ എൻ്റെ രക്ഷകൻ, അവൻ നിന്നെ പോലെ അവസരം കിട്ടുമ്പോൾ വസ്ത്രം മുരിയുന്ന നട്ടലില്ലാത്തവനല്ല, ഉശിരുള്ള ആൺകുട്ടിയാ. നിന്റെ ചിന്തകൾക്കും അപ്പുറമാണ് അവൻ്റെ പ്രവൃത്തികൾ. അവന് വേണ്ടി എൻ്റെ പ്രാണം ത്യജിക്കാനും മടിക്കില്ല. കാരണം ഇന്ന് ആ മനുഷ്യൻ എൻ്റെ ദൈവമാണ്. അവളുടെ ഒരു ദൈവം കഴിഞ്ഞില്ലേ അവൻ്റെ കാവറിയടപ്പ്. ഇനി നിനക്കെന്നിൽ നിന്നൊരു മോചനമില്ല ഭദ്ര. പലതവണ ഞാൻ സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയ പരൽമീനാണ് നീ. അന്ന് നിന്റെ തന്ത ബാലകൃഷ്ണൻ ഡോക്ടർ, എൻ്റെ അമ്മാവൻ, അയാളായിരുന്നു ഇടങ്കോൽ. എന്നാൽ ഇനി നിനക്ക് വേറെ വഴിയില്ല. ഈ ആട്ടക്കാരിയുടെ ഉടലും മുശിരും ഞാനിന്ന് ഊറ്റിയെടുക്കും. നിനക്കെന്നല്ല, സാക്ഷാൽ മഹാദേവന് പോലും കഴിയില്ല അത് തടയാൻ. ഒരുങ്ങിയിരുന്നോ നീ നമ്മുടെ മാത്രം മനോഹരമായ രാത്രിക്കായി. അട്ടഹസിച്ചുകൊണ്ട് വൈശാഖൻ നടന്നകന്നു. ആരും സ്കിപ്പ് അടിക്കില്ല. നമ്മൾ ചില ക്യാരക്ടർ എന്താ പറയുക പരിചയപ്പെടാൻ മറന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവരെയും കൂടെ പരിചയപ്പെട്ടിട്ട് പോവാം.
തെക്കേക്കാവിൽ ഉത്സവം നടത്തുന്ന പേരുകേട്ട തറവാട്ടുകാരായ അമരാവതിയിലെ ജിതേശ്വരനാണ്. ജിതേശ്വരന് 3 ആൺമക്കളും ഒരു പെണ്ണുമാണ്. മൂത്തവൻ ജയപ്രകാശ്, രണ്ടാമൻ ജയറാം, മൂന്നാമൻ രുദ്രൻ, ഇളയവൾ രൂപ. എന്നാൽ വടക്കേക്കാവിൽ ഉത്സവം നടത്തുന്ന നാട്ടിലെ തന്നെ പ്രമാണിയും പേരുകേട്ട തറവാടിയുമായ ചിറക്കൽ ദേവനാരായണനാണ്. സ്വന്തമായി സ്കൂൾ, ഹോസ്പിറ്റൽ, ബസ്സുകൾ, അങ്ങനെ പല പല ബിസിനസ്. ദേവനാരായണൻ രേവതിക്ക് 4 മക്കളാണ്. മൂത്തവൻ ദേവദാസ്, ദാസേട്ടൻ, ഭാര്യ നവ്യ, മകൾ നിത്യ ദേവദാസ്, രണ്ടാമത് ദേവദത്ത്, ദച്ചുവേട്ടൻ, മൂന്നാമൻ ദേവാനന്ദ്, ദേവൻ, നാലാമത്തത് ദേവനന്ദ, ഏട്ടന്മാരുടെ സ്വന്തം നന്ദൂട്ടി.